ഷാമെ, ബെയിലിൻ ദാസിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ബെയിലിൻ ദാസ് അറിയാം, നമുക്ക് വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഭിഭാഷകയാണ് JV ശ്വാമിലി. ഈ ബെയിലിൻ ദാസ് ശ്വാമിലിയെ ക്രൂരമായി മർദ്ദിച്ചു. ശ്വാമിലിയുടെ മർദ്ദനമേറ്റ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് മേക്കപ്പാണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് പലരും ആക്ഷേപിച്ചു. ശ്വാമിലി പറഞ്ഞത് അങ്ങനെ മേക്കപ്പൊന്നുമല്ല, എന്നെ യഥാർത്ഥത്തിൽ മർദ്ദിച്ചതാണ്, ആ മർദ്ദനം നടന്നു എന്നുള്ളത് ബെയിലിൻ ദാസും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് അഭിഭാഷകർ തമ്മിലുള്ള സംഘർഷമാണ് കേരളം ചർച്ച ചെയ്ത ഒരു സംഭവം. ബെയിലിൻ ദാസ് അവിടെ നിന്ന് ഒളിവിൽ പോയി. വ്യാഴാഴ്ചയാണ് ബെയിലിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ അഭിഭാഷകർ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ബെയിലിൻ ദാസിൻ്റെ ജാമ്യ ഹർജി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത തൊട്ടടുത്ത ദിവസം തന്നെ വഞ്ചിയൂർ കോടതിയിൽ വന്നതാണ്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ജാമ്യ ഹർജി വന്നു. ജാമ്യ ഹർജി വന്നത് 11ാം കോടതിയിലാണ്. അത് പരിഗണിച്ചത് 11ാം കോടതിയാണ്. 11ാം കോടതി, ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 നീണ്ട നേരം ഇതിൻ്റെ ജാമ്യ ഹർജിയിലെ വാദം കേട്ടു. പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി എതിർത്തു, അതിശക്തമായി എതിർത്തു. ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ സാക്ഷികൾ സ്വാധീനിക്കപ്പെടും എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു ശരി, ജാമ്യം പിന്നെ അത് ആലോചിച്ച് പരിഗണിക്കാമെന്നൊരു നിലപാടിൽ കോടതി അത് മാറ്റിവെച്ചു. വിധി പറയുന്നത്, ജാമ്യ ഹർജിയിലെ വിധി പറയുന്നത് മാറ്റിവെച്ചു. മാറ്റിവെച്ചതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ 11ാം കോടതിയിലെ ന്യായാധിപൻ ലീവ് എടുത്തു. ഈ മാസം 19ാം തീയതി വരെ അദ്ദേഹം അവധിയിലാണ്. പിറ്റേ ദിവസം അത് പരിഗണിച്ചത് 12ാം കോടതിയാണ്. അതായത് ഒരു കോടതി പരിഗണിച്ച ഈ പറയുന്ന പോലെ വിസ്താരം മുഴുവൻ രണ്ടാമത് മറ്റൊരു കോടതി മുഴുവൻ കേൾക്കേണ്ടി വരും. മറ്റൊരു ന്യായാധിപൻ, മറ്റൊരു ജഡ്ജി ഇത് മൊത്തം കേട്ടാലേ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റൂ, വിധി പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വിധി പറയാൻ വേണ്ടി തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയ കേസ് ഇന്ന് വിധി പറഞ്ഞു. വിധി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെയിൽ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന, സാധാരണഗതിയിൽ എല്ലാ ബെയിൽ കണ്ടീഷനിലും കണ്ടീഷൻ ബെയിലെല്ലാം പറയുന്നത് നിങ്ങൾ സാക്ഷികളെ നേരിൽ കാണാനോ ഫോണിൽ ബന്ധപ്പെടാനോ അവരെ സ്വാധീനിക്കാനോ പാടില്ല. ഇതാണ് ഒട്ടുമിക്ക കേസുകളിലെയും ഈ പറയുന്ന പോലെ കണ്ടീഷനായിട്ട് കോടതി പറയാറുള്ളത്. ഇവിടെ കോടതി ഒരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ബെയിലിൻ ദാസ് വരാൻ പാടില്ല. വഞ്ചിയൂർ കോടതിയുടെ വഞ്ചിയൂർ കോടതിയിലെ സ്റ്റേഷൻ പരിധിയിൽ വരാൻ പാടില്ല എന്ന് കോടതി പറയുമ്പോൾ വഞ്ചിയൂർ കോടതി സ്റ്റേഷൻ്റെ പരിധിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇരിക്കുന്നത് മഹാറാണി ബിൽഡിംഗ്, അതായത് കോടതിക്ക് നേരെ തൊട്ടപ്പുറത്തിരിക്കുന്ന മഹാറാണി ബിൽഡിംഗ്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് ഓഫീസിൽ വരാൻ പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഇത് ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, 2 മാസത്തേക്ക് വരാൻ പാടില്ല. അല്ലാത്ത പക്ഷം കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ വരാൻ പാടില്ല. കുറ്റപത്രം സമർപ്പിക്കുകയോ 2 മാസം തികയുകയോ ചെയ്തതിന് ശേഷം മാത്രമേ, 2 മാസത്തിന് മുമ്പ് പോലീസ് കുറ്റപത്രം കൊണ്ടുവന്ന് കോടതിയിൽ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് മുതൽ കോടതിയിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വഞ്ചിയൂർ സ്റ്റേഷൻ പരിധിയിൽ വരാൻ പറ്റും. അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷമേ വരാൻ പറ്റുള്ളൂ. ഇത് ബെയിലിൻ ദാസ് പൊളിക്കും. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാളുടെ തൊഴിൽ നിഷേധം, കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റക്കാരനാണെന്നുള്ള വിധി വന്നിട്ടില്ല, കുറ്റാരോപിതൻ മാത്രമാണ്. കുറ്റാരോപിതനായിട്ടുള്ള ഒരാളുടെ ജീവനോപാധി മുടക്കുക എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശത്തിനുള്ള നിഷേധമാണ്. ഒരു ഇന്ത്യൻ പൗരനെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല. അതിന് തക്കതായിട്ടുള്ള കാരണം വേണം. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ജോലി ഈ പറയുന്ന ഇരയെ ബാധിക്കണം. അങ്ങനെ ബാധിക്കുന്നില്ല. ഇരയെ ബാധിക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹം ജോലി ചെയ്ത് ഇരയെ കൊലപ്പെടുത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഇരയ്ക്ക് മാനഹാനി വരുത്താൻ പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി മറ്റെന്തെങ്കിലും ചെയ്യാൻ പോകുന്നു. ഇരയെ കായികപരമായോ വാക്കാലോ ഉപദ്രവിക്കാനുള്ള ശ്രമം ഇദ്ദേഹം നടത്തും എന്നുള്ളത് ഈ കോടതി ഈ പറയുന്ന വാദം വരുമ്പോൾ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ കോടതിയുടെ വിശ്വാസ്യത അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതായത് അദ്ദേഹം ജോലിക്ക് വരുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട കോടതിയിൽ നിയമവും ന്യായവും അതുപോലെ തന്നെ തെളിവുമൊക്കെ ഇഴകീറി പരിശോധിച്ച് വിധി പറയുന്ന കോടതിയിലാണ് അദ്ദേഹം ജോലിക്ക് വരാൻ പോകുന്നത്. അവിടെ എങ്ങനെ പറയാൻ പറ്റും ഇരയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന്? അപ്പോൾ കോടതി സുരക്ഷിതമല്ല എന്ന് പറയേണ്ടി വരും.
ഇതാണ് വാദം വരാൻ പോകുന്നത്. ഈ പോയിന്റ് എല്ലാം വക്കീൽ കേട്ട് ഓടിക്കട്ടെ. ഏതാ? അല്ല, ബെലിൻദാസ് തന്നെ എന്നെ കൈ ബുദ്ധിയുള്ള ആളാണ്, അവരൊക്കെ എന്നെ കൈ ബുദ്ധിയുള്ളവരാ. ഇതാണ് വാദം വരാൻ പോകുന്നത്. ഇങ്ങനെ വാദം വരുമ്പോൾ അത് പൊളി, അതിനെ പൊളിച്ചടിക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ കേസിൽ സാക്ഷികളായിട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകൾ, ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ജൂനിയർ അഭിഭാഷകർ, ഇവരൊക്കെ തന്നെ ഈ കേസിൽ ഇപ്പോൾ സാക്ഷികളാണ് എന്ന് പോലീസ് പറയുന്നു. ഈ കേസിലെ സാക്ഷി വിസ്താരം വരുന്ന സമയത്ത് പറയാൻ പോകുന്നത് പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ ഇതിലെ മൊഴി വായിച്ച് കേൾപ്പിക്കും. ഇവരുടെ മൊഴി നിങ്ങൾ പറഞ്ഞതാണോ ഈ മൊഴി എന്ന് ചോദിക്കുമ്പോൾ തന്നെ അല്ലെന്ന് പറയും. അപ്പോൾ പ്രോസിക്യൂഷൻ ന്യായാധിപനോട് പറയും സാക്ഷി കൂറുമാറിയിരിക്കുന്നു. കൂടുതൽ ചോദ്യമൊന്നുമില്ല. ഇല്ല. ഇതാണ് അടുത്ത പരിപാടി. സാക്ഷിമൊഴികളെല്ലാം പൊളി. ഇതേ ഓഫീസിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് അടക്കം, CCTV ക്യാമറ പോലുമില്ല, അടക്കം അവിടെ കൊണ്ടുപോയി മാറ്റി. അവിടെ CCTV ഇല്ല ഇപ്പോൾ, ഇല്ല, അപ്രത്യക്ഷമായി. അത് വാനിഷായി പോയി. ഇതാണ് ഈ കേസിൻ്റെ അടുത്ത പ്രത്യേകത. ഇന്നിപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് വളരെ എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ കോടതിയുടെ പരിധിക്കകത്താണുള്ളത്. കോടതി എന്നെ 2 പേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 2 ആൾജാമ്യത്തിലാണ് ഇദ്ദേഹത്തെ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ആ 2 ആൾജാമ്യത്തിൽ എന്നെ പുറത്തേക്ക് വിട്ട എന്നോട് നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? കോടതി പറയാതെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അടുത്തൊരു ചോദ്യം വന്നത്, അദ്ദേഹത്തോട് വന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യം, നിങ്ങളോട് ഈ പറയുന്ന സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നുള്ള കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിച്ചുകൂടാ എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ അങ്ങനൊരു കണ്ടീഷൻ ബെയിലിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അല്ല, ഈ മാധ്യമപ്രവർത്തകർ പറഞ്ഞു. മാധ്യമപ്രവർത്തകർ അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ബെയിലിൽ ഇല്ലല്ലോ, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പാടില്ല എന്നൊരു ഇത് കണ്ടീഷൻ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് കോടതി പറയില്ല, നിയമം അറിയാം. അതുകൊണ്ടാണല്ലോ വക്കീലായത് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്നത്, മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലും നിയമം അറിയാമെങ്കിൽ ഇത് കളിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കൊച്ചിങ്ങനെ പറഞ്ഞതുപോലെ ആ നിയമപുസ്തകത്തിൽ തന്നെയാണ് കുറ്റക്കാരന് വേണ്ടി നിരപരാധിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരൊറ്റ പുസ്തകത്തിലാണ് ആ നിയമം ഉള്ളത്. അതായത് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിസ്സാര വിഷയത്തിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. ശ്യാമിലി പാറശാല സ്വദേശിനി, ഇദ്ദേഹം പൂന്തുറ സ്വദേശിയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ദേശീയക്കാരനാണ്. പെട്ടെന്ന് ദേഷ്യം വരും, ചൂടാവും. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരുപാട് പേരുണ്ട്. മേലധികാരികളൊക്കെ പെട്ടെന്ന് ചൂടാകുന്ന മേലധികാരികളുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇദ്ദേഹവുമായിട്ടല്ല, ശരിക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൻ്റെ കാര്യകാരണം ഇദ്ദേഹമല്ല. ശ്യാമിലിയുടെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ക്ലർക്കായിട്ടുള്ള വനിതയും തമ്മിലുള്ള തർക്കമാണ്. അവിടെയാണ് ഈ വിഷയം തുടങ്ങിയത്. ആ തർക്കം ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ നീണ്ടുപോയി. അത് ഓഫീസിൻ്റെ അന്തരീക്ഷത്തെ പ്രശ്നമായപ്പോൾ ഇദ്ദേഹം ഈ സംഭവം ഉണ്ടാകുന്നതിന് തലേ ദിവസം വിളിച്ച് ഈ യുവതിയോട് പറഞ്ഞു നീ വരണ്ട എന്ന് പറഞ്ഞു. വരണ്ട എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എന്തുകൊണ്ട് എന്നെ പുറത്താക്കിയെന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി ശ്യാമിലി അവിടെ വരികയും കോടതിയിലേക്ക് ഇറങ്ങി ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അതിനുശേഷം 2ാമത്തെ വട്ടം ഇവരെ തള്ളിമാറ്റി പോയ ഇദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ഉച്ചയ്ക്ക് 12:30 വീണ്ടും ഈ ശ്യാമിലി ഇദ്ദേഹത്തിൻ്റെ റൂമിലെത്തുകയും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് ചോദ്യം ചെയ്യും. ഇപ്പോൾ എന്നെ ആണെങ്കിൽ പോലും ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണം അറിയണം. എന്നെ വരെ വന്നിട്ട് ഒരാൾ പറയുന്നു നീ ഇന്ന് ഇറങ്ങിപ്പോക്കോ, നീ ഇനി ഇവിടെ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യവും കാരണവും അറിയാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുള്ള സ്ഥിതിക്ക് ശ്യാമിലി അത് പോയി ചോദിച്ചു. അത് ആ കുട്ടിയുടെ ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ LLB പഠിച്ചവരാണല്ലോ. അത് ചോദ്യം ചെയ്തപ്പോൾ തൊഴിൽ നിഷേധം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യം ചെയ്തപ്പോൾ ഈ കുട്ടിയുമായിട്ട് ഇവർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയും ഈ കുട്ടിയുടെ മുഖത്ത് ഇദ്ദേഹം കൈപ്പത്തി കൊണ്ട് അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സംഭവത്തിലുണ്ടായ ഒരു കാര്യം. ഇതെന്തുകൊണ്ട് വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി നല്ല വെളുത്തൊരു കുട്ടിയാണ്. അത്തരം ഒരു കുട്ടിക്ക് മർദ്ദനമേറ്റ് ഇപ്പോൾ എനിക്കിട്ട് 2 എണ്ണം പൊട്ടിച്ച് അതിൻ്റെ മുഖത്തൊന്നും വരത്തില്ല, പാട് വരാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ആ കുട്ടി നല്ല വെളുത്ത കുട്ടിയായതുകൊണ്ട് ഫെയറാണ്. അപ്പോൾ അടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മുഖത്ത് നല്ല പാട് വരും. അത് അതിൻ്റെ ആ അടിയുടെ
പഞ്ചിൻ്റെ ആ ഒരു പവർ, അത്രയും പവറാണ്. അത് കറക്റ്റായിട്ട് ആ കുട്ടിയുടെ മുഖത്തുണ്ട്. അതൊരു മേക്കപ്പിലൊന്നും ക്രിയേറ്റ് ചെയ്തതാണ്. മേക്കപ്പിൽ ക്രിയേറ്റ് ചെയ്യാം, മേക്കപ്പിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കാൻ പറ്റും, പക്ഷേ നീര് വരച്ചു വെക്കാൻ പറ്റില്ല. നീര് വരച്ചു വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ സിനിമയിൽ ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ചെയ്യിക്കേണ്ടി വരും. അത് കൊണ്ടുവന്ന് ചെയ്യിച്ചാലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർ അത് കഴിക്കളയും. ഡോക്ടർ വെറുതെ അല്ലല്ലോ അവിടെ വന്നിരിക്കുന്നത്. അല്ല, ഇവർക്കിടയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ശ്യാമിലി മേക്കപ്പ് ഇട്ടാണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞല്ല. ആ നീര് മേക്കപ്പ് അല്ല, അവർക്കിടയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പറയുന്നത്. കൈപ്പത്തി കൊണ്ടുള്ള അടിയാണത്, അതാണ് ഏറ്റിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായി. അങ്ങനെ ഈ കുട്ടിയുടെ മുറിവും കാര്യങ്ങളുമൊക്കെ ചർച്ചയായ സമയത്ത് ഇതിലൊരു പൊളിറ്റിക്സ് വന്നു. ഇദ്ദേഹം CPM ആണെന്നൊരു വാദം വന്നു. മറിച്ച് അപ്പോൾ CPMൻ്റെ സൈബർ ടീം ഇറങ്ങി ഇദ്ദേഹം കോൺഗ്രസ് ആണെന്നുള്ള വാദം വന്നു. ഇതിൻ്റെ ഫാക്റ്റ് ഞാൻ പറഞ്ഞുതരാം. 2015 പൂന്തുറ ഡിവിഷനിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂന്തുറ ഡിവിഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട്. പാർട്ടി സ്ഥാനാർത്ഥിക്കല്ല പാർട്ടി ചിഹ്നം, അല്ലെ പാർട്ടിയുടെ സ്വതന്ത്രൻ, LDF സ്വതന്ത്രൻ എന്നല്ല പറയുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പൂന്തുറയിൽ നിന്ന് ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. 2020 പിന്നെ ഇദ്ദേഹം അതിന് തൊട്ട് മുമ്പ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇദ്ദേഹം അവിടെ നിന്നും കളം മാറി കോൺഗ്രസിലേക്ക് തിരികെ പോയി. ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു. അതെ, അദ്ദേഹം കോൺഗ്രസ്സായിരുന്നു. അന്ന് അവിടെ പൂന്തുറയിൽ മത്സരിച്ച ശ്രുതിമോൾ സേവ്യർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഇദ്ദേഹം പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അത് പൂന്തുറയിലെ ഒരു ലോക്കൽ ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ആ ലോക്കൽ ചാനലിൻ്റെ സൈറ്റിൽ കിടപ്പെട്ടുമുണ്ട്. അപ്പോൾ രണ്ട് പാർട്ടികളും ഇക്കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിത്തല്ലാതെ സഹകരിച്ച് മുന്നോട്ട് പോകുക. അദ്ദേഹത്തിന് വേണ്ടി സഹകരിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്, ഈ രണ്ടിലും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഈ ശ്രുതിമോൾ സേവ്യർക്ക് ഒപ്പമുള്ള തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ ഷോള് കഴുത്തിലിട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ ഫാക്ട് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം. ഒരു പ്രാദേശിക മാധ്യമമാണ്, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, പൂന്തുറയിലെ ഫേമസ് ആണ്. മോശപ്പെട്ട അതൊന്നുമല്ല, നല്ല രീതിയിൽ അവിടുത്തെ എല്ലാ വാർത്തകളും കൊണ്ടുവരുന്ന ഒരു ചാനലാണ്. അവരെ നമ്മൾ ഇകഴ്ത്തി കാണിക്കുകയല്ല. അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ സൈറ്റിൽ ഇത്തരം വാർത്തകളൊക്കെ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു ഭാവിയും കൂടെ പറഞ്ഞുതരാം. ഈ കേസിനെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ കേസിലെ സാക്ഷികളിൽ ആരെങ്കിലും ഒരാളെങ്കിലും കൂറുമാറാതെ ഇരിക്കണം. കൂറുമാറാതെ അവരിയ്ക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ അഭിഭാഷക വൃത്തിയൊക്കെ കളഞ്ഞ് എനിക്കിനി ഇതിനോടൊന്നും താല്പര്യമില്ല, ഞാനിനി മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് ഗൗൺ ഉപയോഗിച്ച് ഇറങ്ങിത്തിരിക്കണം. ഗൗൺ ഇട്ടുകൊണ്ട് ശ്യാമിലിക്ക് വേണ്ടി അവിടെ ആരും സംസാരിക്കില്ല. അവരുടെ കൂട്ടായ്മ അങ്ങനെയാണ്. ഇന്ന് എനിക്ക് വന്നാൽ നാളെ നിനക്കിത് തേടിയെത്തും എന്നൊരു ചിന്ത അവർക്കുണ്ട്. ഐക്യബോധം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ 1 ചാനലിൻ്റെ ക്യാമറയ്ക്ക് കൈവെക്കണമെങ്കിൽ അവരുടെ പവർ എന്താണെന്ന് ഇപ്പം കുറച്ച് ദിവസമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൻ്റെ അന്ന് മഞ്ചൂർ കോടതിയുടെ അകത്തുമല്ല പുറത്ത് ക്യാമറ വെച്ചിരുന്ന നമ്പർ 1 ചാനലിൻ്റെ ക്യാമറയുടെ പിന്നെ ഫ്രണ്ട് പേര് പറഞ്ഞ പ്രഷർ കൊണ്ടുസാലും ഫ്രണ്ടിലൊരു കപ്പ് ഉണ്ടാവും ഇങ്ങനെ അടച്ചുകൊണ്ട് ഇത് വലിച്ച് തിരിച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ മാധ്യമങ്ങളെ കോടതിയിൽ കയറ്റില്ല എന്ന നിലപാടെടുത്ത ആളുകളാണ് അഭിഭാഷകർ. ഒറ്റ ഒരാളെ കോടതിയിൽ കയറ്റില്ല എന്നല്ല, എടുത്തിട്ട് ഇടിച്ചു. മഞ്ചൂർ കോടതിയിൽ വലിയ വിഷയം നടന്നു. അവർക്കും കിട്ടി, ഇവർക്കും കിട്ടി, രണ്ടുപേർക്കും കിട്ടി. സാമ്പത്തിക നഷ്ടം ഉണ്ടായത് മാധ്യമങ്ങൾക്കാണ്. കാര്യം ക്യാമറകൾ കുറെ തകർന്നു പോയി. ഇവരുടെ എന്ത് വലിച്ചു കയറാന്? അന്ന് പിന്നെ മാധ്യമങ്ങൾ പത്രങ്ങൾ എടുത്തു വരുന്ന നിലപാടാണ്. അന്ന് പത്രങ്ങൾ ഈ അഭിഭാഷകരുടെ പേര് കൊടുക്കുന്ന ഒഴിവാക്കി. ഇപ്പം പ്രതിഭാഗത്തിന് വേണ്ടി ഇന്ന വക്കീൽ ഹാജരായി എന്നുള്ളത് പ്രോസിക്യൂട്ടർമാരുടെ ഇത് കൊടുക്കില്ലായിരുന്നല്ലോ. പ്രമാദമായിട്ടുള്ള അതിനിടയ്ക്ക് എത്ര കേസുകളുടെ ഇപ്പൊ അത് മാറി. ഇപ്പം മാറി. പ്രമാദമായിട്ടുള്ള ഒരുപാട് കേസുകളുടെ വിധി വന്നപ്പോൾ ആ വിധിയിലൊന്നും തന്നെ പ്രോസിക്യൂട്ടർമാരുടെ ബൈറ്റ് എടുക്കാൻ പിന്നെ ഈ മീഡിയാസ് തയ്യാറായില്ല. അത് വലിയ ശീതസമരം ഉണ്ടായിരുന്നു. സംസാരിക്കാൻ വന്ന പ്രോസിക്യൂട്ടർ സംസാരിക്കാനായിട്ട് വിധി വന്നു, പ്രോസിക്യൂഷൻ വിജയിച്ചു. പ്രോസിക്യൂട്ടർ സംസാരിക്കാൻ വന്നപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട്.
കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവരും തിരിച്ചവരും ഒരു മാധ്യമപ്രവർത്തകനും ആ ഏരിയയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട. പണ്ടെന്തായിരുന്നു, പണ്ട് വഞ്ചിയൂർ കോടതിയുടെ അകത്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. പിന്നെ അത് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം വഞ്ചിയൂർ കോടതിയുടെ പരിസരത്ത് പോലും പോകാതെ ഇപ്പം വഞ്ചിയൂർ കോടതിയുടെ അങ്ങോട്ട് കയറി വരുന്ന ആർച്ച് വെച്ചേക്കുന്നതിൻ്റെ വെളിയിൽ നിന്ന് ഈ വിഷയം വന്നതിന് ശേഷം അവിടെ നിൽക്കുന്നില്ല, വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവർക്കും കിട്ടി, അവർക്കും കിട്ടി. ഒറ്റ തിരിഞ്ഞ അഭിഭാഷകനൊക്കെ അടി കിട്ടി. മാധ്യമപ്രവർത്തകരിൽ കുറച്ച് ക്യാമറ, അവർ ഈ ട്രൈപോഡും ക്യാമറയും സംരക്ഷിക്കേണ്ടതുകൊണ്ട് എടുത്തുകൊണ്ട് ഓടാൻ പറ്റില്ല. ഇത് 3-3.5 കിലോ വെയിറ്റ് ഉണ്ട് ഇതിന്, ട്രൈപോഡും ക്യാമറയും കൊണ്ട്. ഒരു ക്യാമറമാൻ ഒരിക്കലും ക്യാമറ കളഞ്ഞിട്ടൊരു ആൾക്ക് പരിക്കേറ്റാലും ഒരിക്കലും ഒരു ക്യാമറമാൻ സ്വന്തം ക്യാമറ കളഞ്ഞിട്ട് പോവില്ല. അത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഒരുപാട് ക്യാമറമാരെ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാമറമാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ നനഞ്ഞാലും ക്യാമറ നനയാതിരിക്കാൻ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കും. അവരുടെ ദൈവമാണത്, അവരുടെ ചോറാണ്. നമ്മൾ പോലും അതിനകത്ത് ചുമ്മാ ഏതെങ്കിലും തുച്ഛിക്കാൻ അവർക്ക് ദേഷ്യം വരും, പിന്നെ തൊടാൻ പറ്റത്തില്ല. അതാണ് അവരുടെ ഒരു രീതി. അതിലും തൊടാൻ അവർ സമ്മതിക്കില്ല, അവരുടെ ചോറാണ്. അതിനനുസരിച്ച് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് പോലും റിപ്പോർട്ടറാണെന്ന് ഒരു നോക്കില്ല, ദേഷ്യം വരും. അങ്ങനെ ഏതായാലും അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും സാക്ഷി പറയുകയാണെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കേസായതുകൊണ്ട് ഇതിൻ്റെ ശിക്ഷാവിധി എന്ന് പറയുന്നത് 5 വർഷത്തിൽ, ശിക്ഷ കിട്ടുകയാണെങ്കിൽ 5 വർഷത്തിൽ താഴെയാണ്. അപ്പീലിന് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ പോകണ്ട. ഇത്ര ലക്ഷം രൂപയുടെ ജാമ്യവും ഇത്ര ആൾ ജാമ്യവും വെച്ച് 2 ആൾ ജാമ്യവും ഇത്ര ലക്ഷം രൂപയും പറഞ്ഞ് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കും. കോടതി ജാമ്യം കൊടുത്ത ശേഷം അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകാൻ സാധിക്കും. നല്ല സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനായതുകൊണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം വളരെ സീരിയസ് ആയി ഈ കേസിനെ വാദിക്കുമെന്നുള്ളത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ആരും സാക്ഷി പറയാൻ എത്തിയില്ലെങ്കിൽ ശ്യാമിലിയുടെ വാക്ക് മാത്രം പരിഗണിച്ചുകൊണ്ട് ഈ കേസിൽ ശിക്ഷ വിധിക്കാൻ പോകുന്നില്ല. ശ്യാമിലി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കുറ്റം സമ്മതിച്ചു, എനിക്കത് മതി എന്ന്. അപ്പോൾ ശ്യാമിലിക്കും അറിയാം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. അവരും അഭിഭാഷകയാണല്ലോ, അവർക്കും വ്യക്തമായി അറിയാം. പക്ഷേ ബെയിലിൻദാസിനെ പോലല്ല. ബെയിലിൻദാസ് എന്ന് പറയുന്നത് ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള അഭിഭാഷകനാണ്. അതെ. ശ്യാമിലി എന്ന് പറയുന്നത് സ്വന്തമായി അങ്ങനെ കേസെടുത്ത് ചെയ്തിട്ടുള്ളൊരു കുട്ടിയല്ലല്ലോ. അദ്ദേഹം അവിടെ കിടന്ന് സർവ്വകളവും പിടിച്ച് പഠിച്ചിറങ്ങിയ ഒരാളാണ്. അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിപരമായി ലോ പോയിൻറ്റ്സ് അറിയാവുന്നവരാണ്. അങ്ങനെയുള്ളവരെ വെള്ളം കുടിച്ചു പോകും. അങ്ങനെയുള്ളവരെ കോടതിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിലെ വിസ്താരം വരുന്ന സമയത്ത് വരുന്ന ചോദ്യങ്ങൾ ചിലർക്ക് താങ്ങാൻ പറ്റില്ല. ചിലരൊക്കെ കൂട്ടിൽ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സംഭവം വാദിയാണ്. പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ വന്ന് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂട്ടിൽ നിന്ന് കരയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ വരും. ക്രോസ് വിസ്താരമൊക്കെ വരും. ഇപ്പം പ്രോസിക്യൂഷൻ്റെ വാദം കഴിഞ്ഞാൽ പ്രതിഭാഗത്തിൻ്റെ വാദം വരും, അതിനെ ക്രോസ് ചെയ്യും. അതൊക്കെ വളരെ ഭീകരമായിരിക്കും. നമ്മുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അഭയ കേസിലെ സിസ്റ്റർ പറഞ്ഞു ഈ കോടതിയുടെ വാതിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. അടച്ചിട്ട കോടതി മുറിയിൽ എൻ്റെ വിസ്താരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതവരുടെ സ്വകാര്യതയെ മാനിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനൊരു വാദം വന്നപ്പോൾ കോടതി അത് അംഗീകരിച്ചു. മുഴുവൻ പേരും ഇറങ്ങാൻ പറഞ്ഞു കോടതി. പ്രോസിക്യൂഷനും പിന്നെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനും പ്രതിയും ജീവനക്കാരും ജഡ്ജിയും അല്ലാതെ ബാക്കിയെല്ലാവരും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. CBI കോടതി അടച്ചു. അങ്ങനെയാണ് 2-3 ദിവസം കോടതി അടച്ചായിരുന്നു എൻ്റെ വിസ്താരം നടന്നത്. ഇതൊക്കെ വലിയ പരിപാടികളാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ ഒത്തീർപ്പായി പോകും. ഇതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതിന് അവർക്കും ഭാവി വേണം പിന്നെ അല്ലോ. അതുകൊണ്ട് അങ്ങനെ പോകും. ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഇവനെന്താണ് ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുന്നത്. സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, കോടതിക്ക് പുറത്ത് പല സംഭവങ്ങളും ഒത്തീർപ്പാക്കി പോവുകയാണല്ലോ ചെയ്യുന്നത് സാധാരണ. പല കേസുകളും പുറത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കാറുണ്ട്. കാര്യം ഇതിങ്ങനെ കയറി ഇറങ്ങി വരും. ഇപ്പോൾ ഒരു കോടതി വിധി പറഞ്ഞു, അപ്പം മേൽക്കോടതിയിൽ അപ്പീൽ പോകും. പിന്നെയും വാദവും വിസ്താരവുമായിട്ട് ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഒരു ദിവസത്തെ മെനക്കേടാണ് പോയി നിൽക്കുന്നത്. ഒരു ദിവസം മെനക്കേടെന്ന് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹം അകത്ത് പോയി, മറ്റുള്ളവർ അടങ്ങിയിരിക്കില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ അടങ്ങിയിരിക്കില്ല. അവരിങ്ങനെ നോക്കിയിരിക്കും. എന്തെങ്കിലും ഒരു അവസരം ഇവർക്കെതിരെ പ്രയോഗിക്കാൻ വരാൻ പറ്റുന്ന അവസരം വരാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് പല കേസുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
അഭിഭാഷകർ തമ്മിലുള്ളതല്ല, സാധാരണക്കാർ തമ്മിലുള്ള കേസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നോക്കി വെച്ചിട്ട് ഇങ്ങനെയുള്ള പണി കൊടുക്കുന്ന പരിപാടികളുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഒരു വനിത ആയതുകൊണ്ടായിരിക്കാം ആ സ്ത്രീ ഏറ്റവും അധികം അപമാനിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ. അതെ അതെ അതെ, അത് വ്യാപകമാണ്. അത് അഭിഭാഷകർ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് ഒത്തിരി സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും, ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരുന്നു. അതാണ് സംഗതി. ശരി.